ആധ്യാത്മിക ഷിൽജ. എല്ലാവർക്കും മലയാള എക്സ്പ്രസ് ന്യൂസിലെ സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ദേശാഭിമാനിയിലെ കള്ളൻ വിജയൻ ലേഖന വിവാദത്തെ തുടർന്ന് വരാന്ത പതിപ്പ് എഡിറ്റർ KR അജയനെ മാറ്റി ടി ചന്ദ്രമോഹനെ നിയമിച്ചു. അജയനോട് കഴിഞ്ഞ ദിവസം റെസിഡന്റ് എഡിറ്റർ വിശദീകരണം തേടിയിരുന്നു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് പാർട്ടി വിരുദ്ധമല്ലെന്ന മറുപടിയാണ് വാരാന്ത പതിപ്പ് എഡിറ്റർ KR അജയൻ നൽകിയത്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം സംബന്ധിച്ച അന്വേഷണത്തിന് SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ പുതിയ സംഘം. റാമിന് ജാമ്യം ലഭിക്കാനിടയാക്കിയ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് റിപ്പോർട്ട് തേടി. പ്രതി ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ പോലീസിന് ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീംകോടതി തിരുത്തി. വഖഫ് ബോർഡ് സെക്രട്ടറിക്ക് എക്സ് ഒഫീഷ്യോ അംഗമായി തുടരാമെന്നും സുപ്രീംകോടതി പറഞ്ഞു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അവസാന വരി സുപ്രീംകോടതി റദ്ദാക്കി. വഖഫ് ബോർഡ് കേസുമായി ബന്ധപ്പെട്ട് ഇടതു സർക്കാരിനെ വിമർശിച്ച് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. കേന്ദ്ര നിയമത്തിന് പരവതാനി വിരിച്ചത് ഇടതു സർക്കാരാണ്. ഇടതു സർക്കാർ വഖഫ് ബോർഡ് രൂപീകരിച്ചത് വ്യവസ്ഥകൾ പാലിക്കാതെയായിരുന്നു. അത് പരിശോധിക്കാമെന്നാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസായി. കോൺഗ്രസിലെ 4 കൗൺസിലർമാർ അവിശ്വാസത്തെ പിന്തുണച്ചു. വൈസ് ചെയർമാൻ മായ രാഹുലും അവിശ്വാസത്തെ അനുകൂലിച്ചു. 26 അംഗ കൗൺസിലിലെ ഹാജരായ 17 പേർ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. VS അച്യുതാനന്ദന്റെ ചരമവാർഷിക ദിനത്തിൽ ആലപ്പുഴ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ VSന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്തൂപത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ രാവിലെ പുഷ്പാർച്ചന നടത്തി. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനവും റാലിയും പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള സാമുദായിക ശക്തികളുടെ ശ്രമം VS അച്യുതാനന്ദന്റെ കാലത്തുണ്ടായിട്ടില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. VSന്റെ കാലത്ത് സമുദായ നേതാക്കളുടെ വീടിന് മുന്നിൽ മൈക്കുകെട്ടി വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ എന്നും അത് ഭൂമി കുലുക്കമൊന്നും ഉണ്ടായിട്ടില്ലെന്നും VS അനുസ്മരണ സമ്മേളനത്തിൽ ഐസക് പറഞ്ഞു. VS അച്യുതാനന്ദൻ ഉയർത്തിപ്പിടിച്ച വിഷയങ്ങളെല്ലാം ഇന്നും കാലിക പ്രസക്തിയുള്ളതാണെന്ന് മകൻ VA അരുൺകുമാർ. അഴിമതിക്കെതിരെയുള്ള നിലപാടുകളാണെങ്കിലും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നിലപാടുകളാണെങ്കിലും എല്ലാത്തിനും വേണ്ടി അവസാനം വരെ പോരാടിച്ച ആളാണ് VS എന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കള്ളക്കേസുകൾ എടുപ്പിച്ച് ജീവിതം തകർത്തെന്നും കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും മുഖ്യമന്ത്രി VD സതീശനെ കാണുമെന്ന് സ്വപ്ന സുരേഷ്. പഞ്ചായത്ത് ഫണ്ടുകൾ വെട്ടിക്കുറച്ചതും ഫണ്ട് കൊടുക്കാതെ പഞ്ചായത്തുകളുടെ പ്രവർത്തനം മുടക്കിയതും LDF സർക്കാരാണെന്നും മന്ത്രി രാജേഷാണ് അത് ചെയ്തതെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അവസാന ഗഡു പഞ്ചായത്തുകൾക്ക് കൊടുക്കാതെയാണ് അവർ ഇറങ്ങിപ്പോയതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. നടി ലക്ഷ്മി പ്രിയയ്ക്കും അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോനുമെതിരായ അൻസിബയുടെ പരാതി അപകീർത്തി കേസാണെന്നും FIR തയ്യാറാക്കി കേസെടുക്കാനാകില്ലെന്നും ആവർത്തിച്ച് പോലീസ്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതി വിധി പറയാൻ ഈ മാസം 27 മാറ്റിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ യൂബർ ഉൾപ്പെടെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ഓൾ കേരള ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പണിമുടക്കി. ഡ്രൈവർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശവപ്പെട്ടിയുമായി മാർച്ചും ധർണയും നടത്തി. ഹൈക്കോടതിക്ക് മുന്നിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ദമ്പതികൾ. ആംബുലൻസ് ഡ്രൈവർ വിനുവും ഭാര്യ ബിൻസിയുമാണ് വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. രാവിലെ 6:30 കോടതിക്ക് മുന്നിൽ ആംബുലൻസിലാണ് ആത്മഹത്യാശ്രമം നടത്തിയത്. പോലീസ് എത്തി ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. മുൻ സുഹൃത്ത് നൽകിയ പീഡന പരാതിയിൽ നടപടിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കും ജഡ്ജിക്കുമെതിരെയുള്ള ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര സർക്കാരിനെതിരെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് രാസവസ്തുക്കളുമായാണ് ആക്രമണം നടത്തിയതെന്ന് ദിയാസന. കുറെ കെമിക്കലുകളാണ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രയോഗിച്ചത്. ദേഹമാസകലം ചൊറിയുന്നുണ്ടെന്നും നീറുന്നുവെന്നും പോലീസ് ഗുണ്ടകളായി മാറിയെന്നും ദിയാസന ആരോപിച്ചു.
പ്രിയങ്ക ഗാന്ധി MP വെള്ളിയാഴ്ച വയനാട്ടിലെത്തും. മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി സന്ദർശിക്കുകയും ദുരന്തത്തിൽ പരിക്കേറ്റവരെ കാണുകയും ചെയ്യും. മണ്ണിടിച്ചിൽ കഴിഞ്ഞ ആഴ്ചകൾ പിന്നിട്ടിട്ടും മണ്ഡലത്തിലെ മുൻ MP രാഹുൽ ഗാന്ധിയും നിലവിലെ MP പ്രിയങ്ക ഗാന്ധിയും സ്ഥലം സന്ദർശിക്കാത്തതിനെതിരെ BJPയും LDFും രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് PSC ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് വീണ്ടും വിവരാവകാശ കമ്മീഷന് പരാതി. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് നടപ്പാക്കാതെ PSC ഒളിച്ചുകളിക്കുന്നു എന്നും ഉദ്യോഗാർത്ഥി പരാതിയിൽ പറയുന്നു. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ 8 പേർ മരിച്ചു. തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയ 12 പേരെ രക്ഷിച്ചു. 18 പേർ ഇപ്പോഴും തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ സ്ഥലത്തുണ്ടെങ്കിലും തുരങ്കത്തിൽ മീഥെയ്ൻ വാതകത്തിന്റെ അളവ് ഉയർന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. ഡൽഹിയിൽ പോലീസ് ഇന്നലെ അടിച്ചമർത്തിയ സമരം കൂടുതൽ ശക്തമാക്കി CJP. ഇന്നും കൂടുതൽ പ്രവർത്തകർ സമരത്തിനെത്തി. പോലീസിന്റെ അടിയേറ്റ് നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സ തേടി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിന് വഴങ്ങേണ്ടെന്ന നിലപാടാണ് BJPക്കുള്ളത്. സർക്കാരിനെതിരെ രാജ്യമെങ്ങുമുള്ള യുവജനത്തിന്റെ രോഷപ്രകടനം കണ്ട് കേന്ദ്ര സർക്കാർ തന്നെ അമ്പരന്നിരിക്കുകയാണ്. അരാജകത്വത്തിലൂടെ സർക്കാരിനെ വീഴ്ത്താനുള്ള ശ്രമമാണെന്നാണ് BJP പ്രചരിപ്പിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചെന്ന് NDA യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുറ്റക്കാരായ 13 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കാതിരിക്കാൻ ഉടൻ പുനഃപരീക്ഷ നടത്തി ഫലം പ്രഖ്യാപിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ സാഹചര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് CJPയുടെ സമരം ആളിക്കത്തുമ്പോഴാണ് മോദിയുടെ വിശദീകരണം. പാർലമെന്റ് സമ്മേളനത്തിനിടെ സമാജ്വാദി പാർട്ടി അധ്യക്ഷനായ അഖിലേഷ് യാദവ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെച്ചപ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവും അയോധ്യ ക്ഷേത്രത്തിലെ കാണിക്കക്കൊള്ള വിവാദവും ചർച്ചയായെന്നാണ് റിപ്പോർട്ട്. ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമിയിൽ വനിതാ IPS ട്രെയിനിയെ സഹബാച്ച്മേറ്റ് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്ന പരാതിയിൽ ട്രെയിനിയായ ഉദയ് കൃഷ്ണ റെഡ്ഡിക്കെതിരെ അത്താപൂർ പോലീസ് കേസെടുത്തു. സഹപ്രവർത്തകയായ വനിതാ ട്രെയിനിയുമായി പ്രണയത്തിലായിരുന്നുവെന്നും വിവാഹിതയായ ശേഷവും ബന്ധം തുടരാൻ നിർബന്ധിച്ചെന്നും ഉദയ് കൃഷ്ണ റെഡ്ഡി സമൂഹമാധ്യമങ്ങളിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. മൈസൂരുവിൽ പശ്ചിമബംഗാൾ സ്വദേശിയായ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 3 പേർ പിടിയിൽ. നരസീപുര സ്വദേശികളായ കിരൺ, കിഷോർ, റിയാൻ എന്നിവരാണ് പിടിയിലായത്. രാത്രി വൈകി ബസ്സിറങ്ങിയ 30-കാരിയെയാണ് കാറിലെത്തിയ പ്രതികൾ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തത്. സിന്ധു നദീജല കരാറിൽ നിലപാട് ശക്തമാക്കി ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിച്ചാൽ മാത്രമേ കരാർ പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കുകയുള്ളൂവെന്നാണ് ഇന്ത്യയുടെ നിലപാട്. നിലവിലെ രൂപത്തിൽ കരാർ ഒരിക്കലും തുടരാനാകില്ലെന്നും 65 വർഷം പഴക്കമുള്ള കരാറിന് സമഗ്രമായ മാറ്റം ആവശ്യമാണെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസ് തലപ്പത്ത് ഖലീൽ അൽ-ഹയ്യയെ നിയമിച്ചു. ഇസ്രായേൽ സൈന്യം വധിച്ച യഹ്യ സിൻവാറിന് പകരമാണ് ഖലീൽ അൽ-ഹയ്യയെ പുതിയ നേതാവായി ഹമാസ് പ്രഖ്യാപിച്ചത്. മുമ്പ് പാലസ്തീൻ ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചെയർമാനും 5-അംഗ കൗൺസിലിലെ അംഗവുമായിരുന്നു അൽ-ഹയ്യ. ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുത്തു മടങ്ങിയ അർജന്റീന ടീമിന് നാട്ടിൽ പ്രൗഢഗംഭീരമായ വരവേൽപ്പ്. ബ്രൂണസ് ഐറിസിലെ എസൈസ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആയിരക്കണക്കിന് ആരാധകരാണ് ആവേശകരമായ സ്വീകരണം നൽകിയത്.